സ്ത്രീകളോട് വിവേചനം കാണിക്കുന്നു. ആര്? എല്ലാവരും പറയുമ്പോ മുസ്ലിങ്ങൾ എങ്ങനെ കാണിക്കില്ലേ? ഉണ്ട്. ക്രിസ്ത്യാനികൾ ഉണ്ട്, ഹിന്ദുക്കൾ ഉണ്ട്, പാർസികൾ ഉണ്ട്, യഹൂദന്മാരും ഉണ്ട്. ഇപ്പൊ യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു, ദൈവമേ നിനക്ക് നന്ദി, നീ ഞങ്ങളെ സ്ത്രീയായി സൃഷ്ടിച്ചില്ലല്ലോ. നല്ല പ്രാർത്ഥന. യഹൂദന്മാരുടെ ദേവാലയത്തിന്റെ പേര് സിനഗോഗ്. ആ സിനഗോഗിൽ പ്രവേശിക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട്. അവരോടൊരു മൂലയിൽ വെക്കണം. എന്നിട്ടോ ഈ പുരുഷന്മാർ പ്രാർത്ഥിക്കുന്നത് കേൾക്കണം. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ നിനക്ക് നന്ദി, നീ ഞങ്ങളെ സ്ത്രീയായി സൃഷ്ടിച്ചില്ലല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ചിരിച്ചു അല്ലേ? നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ ഇടയിലെ സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച കൂട്ടപ്രാർത്ഥനയ്ക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല. അയ്യോ, അതങ്ങനെ പറയേണ്ടിയില്ല. യഹൂദന്മാരെ പറ്റിയൊക്കെ പറയുന്നത് യഹൂദന്മാർ ഭാഷ എത്ര ഉണ്ടല്ലോ, ഇത് പറയുന്ന ബുദ്ധിമുട്ട്. എന്താ കാരണം? നമുക്ക് വോട്ടിന്റെ പ്രശ്നമുണ്ട്, നമുക്ക് നോട്ടിന്റെ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമുണ്ട്. ശബരിമലയിൽ പ്രവേശിക്കാൻ സ്ത്രീ പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീക്ക് അവകാശമുണ്ട് എന്നാര് പറയുന്നു? ഈ നാട്ടിലെ സുപ്രീം കോടതി പറയുന്നു. ഉടനെ അതിനെ BJP സ്വാഗതം ചെയ്യുന്നു, കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു, പിന്നെ CPM ഒക്കെ സ്വാഗതം ചെയ്തേ ഇരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോ BJP കാലുമാറുന്നു, പിറ്റേന്ന് കോൺഗ്രസ് കാലുമാറുന്നു, 2 മാസം കഴിഞ്ഞ് CPM കാലുമാറുന്നു. പാർട്ടി വിധിയെ വേണം. വേണോ? വേണോ? എന്നോട് ചോദിക്കും, മാഷക്ക് എന്തിന്റെ പ്രാന്താണ്? ഈ മുസ്ലിം പെണ്ണുങ്ങൾ പള്ളിയിൽ പോയാൽ അത്രയും അവർക്ക് സൗകര്യമല്ലേ? അവർക്ക് വീട്ടിൽ കുത്തിരിക്കാനോ? പിന്നെ ഈ മൂല്യന്മാരെ വയന്ന് കേൾക്കാതെ അവർ സുഖമായി ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞ അത് ശരിയാണ്. പക്ഷെ അവർക്ക് പോകണം തോന്നിയാൽ പോകാനുള്ള സ്വാതന്ത്ര്യം നാട്ടിൽ വേണ്ടേ? ഞാൻ വേറെ ഒരു കഥ പറഞ്ഞു. ഇതിനും 2 കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിലെ ശനിദേവന്റെ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് ഉള്ള അവസ്ഥക്കെതിരായിട്ട് ഒരാൾ കേസ് കൊടുത്തു. അപ്പൊ മുംബൈ ഹൈക്കോടതി പറഞ്ഞു അവർക്ക് പ്രവേശനം കൊടുക്കണം, കാരണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാണെന്ന്. അവിടെ പ്രവേശനം കൊടുത്തു. 2 മാസം കഴിഞ്ഞപ്പോ അവിടെ ഹാജി അലി എന്ന് പറഞ്ഞിട്ട് അലി മനോഹരമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് മുംബൈയിലെ കടലിനകത്ത് മുസ്ലിങ്ങളുടെ നിർത്താൻ. അവിടെ പെണ്ണുങ്ങൾ പ്രവേശനമില്ല. അവിടെ പെണ്ണുങ്ങൾ പ്രവേശനം വന്നിട്ട് ഒരു പെണ്ണ് കേസ് കൊടുത്തു, കോടതി അത് അനുവദിച്ചു, അവിടെ അത് അനുവദിച്ചു. ഇത് രണ്ടും അനുവദിക്കുമ്പോ അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാന്നറിയാം? ഇപ്പം അധികാരത്തിലെ ഫട്നാവിസ്. ഫട്നാവിസ് എന്താ പാർട്ടി? BJP. ഫട്നാവിസിന്റെ പാർട്ടി മഹാരാഷ്ട്രയിലെ ബോംബെ ഹൈക്കോടതിയുടെ വിധിയുടെ കൂടെ നിന്നു. കേരളത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് നിന്നു. കേട്ടോ, ഇവിടെ ആചാര ലംഘനം പഠിപ്പിച്ചാരാ? ആചാര ലംഘനത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യക്കാരെ പഠിപ്പിച്ച മുഴുവൻ കോൺഗ്രസ്. തെളിവ് വേണം, തെളിവ് വരാം. 1924-25 കാലത്ത് സത്യാഗ്രഹം, അഖിലേന്ത്യാ പ്രസിദ്ധമായ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. എന്താ സമരം? സമരമൊന്നുമില്ല. വൈക്കത്തെ ശിവക്ഷേത്രത്തിന്റെ മുമ്പിലെ വഴിയിലൂടെ ഐക്യജാതിക്കാർക്ക് നടന്നു പോകാൻ സ്വാതന്ത്ര്യം വേണ്ട സമരം. ആരാ നേതാക്കന്മാര്? പ്രധാന നേതാവ് KP കേശവൻ, കോൺഗ്രസിനകത്ത് ഏറ്റവും വലിയ നേതാവാണ്. പിന്നെ മാധവൻ, SNDP സെക്രട്ടറി നേതാവാണ്. സെക്രട്ടറി അത് വലിയ നേതാവ് മാധവൻ. പിന്നെ കേളപ്പൻ. അത് കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം സത്യാഗ്രഹം. ആരാ നേതാവ്? കേളപ്പൻ. വേറെ നേതാവ് AK ഗോപാലൻ. വേറെ നേതാവ് P കൃഷ്ണപിള്ള. ഇവരൊക്കെ അന്ന് കോൺഗ്രസ്. ഈ AK ഗോപാലൻ ഇവരൊക്കെ കോൺഗ്രസ്സാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു പുതിയ തത്വം കൊണ്ടുവരും. ആചാര സംരക്ഷണമാണ് നവോത്ഥാനം. അങ്ങനെയുണ്ട്. ജോർജ് ഓർവെലിന്റെ 1984 എന്നുള്ള പ്രസിദ്ധമായ നോവല് പറയുന്നത് യുദ്ധം സമാധാനമാണ്. നല്ല ഭാഷയില്ല. ബഷീർ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, സമാധാനപരമായ യുദ്ധമില്ലേ? ഇപ്പൊ ഇവിടെ നവകേരള സദസ്സിന്റെ മുമ്പിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കൊടി കാണിച്ചപ്പോൾ അവർ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലടിച്ചു പൊട്ടിക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞില്ലേ? എന്ത്? ജീവൻ രക്ഷാപ്രവർത്തനം. ജീവൻ രക്ഷാപ്രവർത്തനം. നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്?